ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ഒരു ഇൻസ്റ്റഗ്രാം വിശേഷവുമായിട്ട് തന്നെയാണ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം റീൽസ് കാണാൻ തന്നെ തോന്നാത്തൊരു വിധത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ കാണുന്നത് ഫുള്ള് ഈ ഒരു വെക്കേഷൻ കാലത്ത് ടൂറ് പോകുന്ന ഒരു ലാഘവത്തോടെ തന്നെ കല്യാണങ്ങൾ തന്നെയാണ്. ചെറിയ പ്രായത്തിൽ സ്കൂൾ പൂട്ടിയ കാലമായപ്പോൾ ഫുൾ കല്യാണം തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. 90s കിഡ്സിനൊക്കെ നെഞ്ചു വേന വരുന്ന ഒരു കാഴ്ച തന്നെയാണിത്. ഇപ്പോഴും കല്യാണം കഴിക്കാത്ത അല്ലെങ്കിൽ പെണ്ണ് കിട്ടാത്ത 90s കിഡ്സിന് വളരെ വിഷമം തോന്നുന്ന ഒരു വീഡിയോസ് തന്നെയാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാം തുറന്നാൽ കാണുന്നത്. അവരുടെ രോദനവും നമുക്ക് ആ ഒരു കമന്റ് ബോക്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ചിരിയും അതുപോലെ തന്നെ സഹതാപവുമാണ് തോന്നുന്നത്. ഈ ഒരു കല്യാണ വീഡിയോകൾ കാണുമ്പോൾ തന്നെ എനിക്ക് വളരെയധികം വിഷമം തോന്നുന്നു. കാരണം ഈ ഒരു കാലത്ത് കല്യാണത്തിന് പെൺകുട്ടികളെ കിട്ടുന്നില്ല എന്നുള്ള പരാതികളായിരുന്നു കുറെ കാലങ്ങളായിട്ട് കേൾക്കുന്നത്. കാരണം പെൺകുട്ടികൾക്ക് കുറച്ച് ബുദ്ധി വന്നു, ഇനി പഠനമാണ് വലുത്, അല്ലെങ്കിൽ ജോലി വേണം, സ്വന്തം കാലിൽ നിൽക്കണം എന്ന് ചിന്തിക്കുന്ന കുറെ പെൺകുട്ടികൾ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു വെക്കേഷൻ കാലമായപ്പോൾ സ്കൂള് പൂട്ടി വെക്കേഷനായി ഇതാ റിലേറ്റീവ്സിന് വീട്ടിൽ വിരുന്നു പോകുന്ന ലാഘവത്തോടെയാണ് കുട്ടികൾ കല്യാണം കഴിക്കുന്നത്. വളരെ വിരോധാഭാസം എന്ന് തന്നെ പറയാം. കാരണം ഒരിക്കലും നമുക്ക് ഇതൊന്നും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. 18 വയസ്സ് പൂർത്തിയാവുക എന്നുള്ള ആ ഒരു നോക്കി നിന്നിട്ട് കല്യാണം കഴിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. പല കല്യാണങ്ങൾ കാണുമ്പോൾ അവർക്കൊക്കെ 18 വയസ്സ് തികഞ്ഞു എന്ന് പോലും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പല വീഡിയോസും കാണുമ്പോൾ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്, ഇവർക്ക് 18 വയസ്സ് തികഞ്ഞിട്ടുണ്ടോ, ഇതൊക്കെ വല്ല കേസാവൂലേ എന്നുള്ള ചിന്താഗതി വരെ എനിക്ക് തോന്നിയിരുന്നു. അതുപോലെ തന്നെ കല്യാണം എന്ന് പറയുന്നത് ചിലവരത് ശരിയാവും ചിലവരത് ശരിയാവൂല എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. വലിയ പഠിപ്പും വിവരവും അല്ലെങ്കിൽ ലോകപരിചയവും ഉണ്ടായത് കൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക. കാരണം ഇപ്പോൾ ഡൈവേഴ്സുകളുടെ കാലം ആണ്. ഡൈവേഴ്സുകളുടെ എണ്ണം കൂടി വരികയാണ്. കാരണം എല്ലാവർക്കും ബുദ്ധി വന്നു. ആർക്കും ആരുടെയും അടിമയായി ജീവിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ള ആ ഒരു സെൻസിൽ എത്തിക്കഴിഞ്ഞു, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും. പക്ഷെ പെൺകുട്ടികൾ കൂടുതൽ ചിന്താഗതിയിലേക്ക് മാറി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തനിക്ക് തൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള വരുമാനം വേണം, സ്വന്തം കാലിൽ നിൽക്കണം, ആരോടും കൈ നീട്ടാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതി കുറച്ചെങ്കിലും കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു വെക്കേഷൻ കാലമായപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു എന്ന് തന്നെ പറയാം. കല്യാണങ്ങളുടെ പൊടിപൂരം എന്ന് തന്നെ പറയണം. കാരണം സ്ക്രോൾ ചെയ്യാൻ വയ്യ, മടുത്തു, കല്യാണങ്ങൾ കണ്ടു മടുത്തു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു അവസ്ഥ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കാം. ഇങ്ങനെയുള്ള കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുന്ന കുട്ടികളോട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കല്യാണം എന്നുള്ളത് ഒന്നുമല്ല, നമ്മൾ എന്തെങ്കിലും ഒരു നിലയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തിയതിന് ശേഷം ഒരു പഠനം, ഒരു ജോലി, അതൊരു അടിത്തറ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾക്കൊരു ജോലി ഉണ്ടാവണം. നമ്മൾ ആരുടെയും മുന്നിൽ കൈ നീട്ടാതിരിക്കുക. അങ്ങനെ കൈ നീട്ടുന്നവരുടെ വിഷമം എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അല്ലെങ്കിൽ മറ്റൊരാളുടെ മുന്നിൽ നമ്മൾക്കൊരു മിഠായി കഷ്ണത്തിന് പോലും അല്ലെങ്കിൽ ഒരു മരുന്നിന് പോലും പൈസ കയ്യിലില്ലാതെ വരുന്ന പല വീട്ടമ്മമാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പല കമന്റുകളിലൂടെ തന്നെ നമുക്ക് പലരുടെയും വേദനകൾ കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു കാലത്താണ് നമ്മൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണേണ്ടി വരുന്നത്. പഠിക്കാൻ മടിയായിട്ടാണോ അതോ പഠനം വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണോ, എന്തു തന്നെ ആയാലും കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലികൾ ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങളുള്ള ഒരു കാലം തന്നെയാണ്. പലരെയും വിശ്വസിക്കാൻ കഴിയില്ല, അത് വേറൊരു കാര്യം. എങ്കിൽ പോലും നമ്മൾക്ക് ബോൾഡായിട്ട് നിന്നാൽ കുറച്ചൊക്കെ നമുക്ക് നേടാൻ കഴിയുന്ന ഒരു കാലം തന്നെയാണ്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റികളും ഒരുപാടുള്ള ഒരു കാലമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിനെ സെക്യൂർ ആക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കല്യാണം എന്ന് പറഞ്ഞ് അതൊരു വലിയ സംഭവമായി എടുക്കാതിരിക്കുക. കാരണം നമ്മൾ നമ്മുടെ സ്വന്തം കാലിൽ നിന്നതിന് ശേഷം നമുക്കൊരു പങ്കാളിയെ തിരഞ്ഞെടുക്കാവുന്നതാണ്. നമ്മുടെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് അത് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലെങ്കിലും മറ്റുള്ളവരുടെ ഹെൽപ്പ് ചോദിക്കാതെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് തന്നെയുള്ളതാണ് വലിയൊരു കാര്യമെന്ന് മനസ്സിലാക്കുക. പഠിക്കുക, നല്ലൊരു ജോലി വാങ്ങുക, അതിനുശേഷമാവാം കല്യാണവും കുട്ടികളും എന്നുള്ള ആ ഒരു ചിന്തയിൽ മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.